ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നും മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റുകൾ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് കാഴ്ചവെച്ചിരുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലോസ് ചെയ്തിരുന്നത്. വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് ബയാസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. വെള്ളിയാഴ്ച ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വന്നിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സ്ലൈറ്റായിട്ട് വെള്ളിയാഴ്ച കണ്ടിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി മാർക്കറ്റിലുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം Q2 റിസൾട്ട് സീസൺ കഴിഞ്ഞ ആഴ്ചയിൽ എൻഡ് ചെയ്തിരുന്നു. Q2 റിസൾട്ടുകൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. Q1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ Q2 റിസൾട്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q3 റിസൾട്ടുകൾ Q2 റിസൾട്ടുകളെക്കാളും ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഒപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീലും ഒരുപക്ഷെ ഈ ആഴ്ച ഫൈനലൈസ് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് പല ടഫ് മെഷേഴ്സും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ബീഫ്, ടൊമാറ്റോ, കോഫി, ബനാനാസ് ഇത്തരത്തിലുള്ള ഐറ്റത്തിന്മേലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി അദ്ദേഹം കുറച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടേക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളിലാണ് വെള്ളിയാഴ്ച വരെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് കണ്ടത്. പക്ഷേ വെള്ളിയാഴ്ച മുതലേ ടെക്നോളജി സ്റ്റോക്കുകളും റിക്കവറി മോഡിലാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മറ്റു ന്യൂസ് നോക്കുകയാണെങ്കിൽ ബെർക്ഷയർ ഹാത്തവേ, വാറൻ ബഫറ്റിൻ്റെ കമ്പനിയാണ്, Q3 എൻഡ് ചെയ്യുമ്പോൾ 17.85 മില്യൺ ഷെയർസ് ആൽഫബറ്റിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ഷെയർസ് വിറ്റിട്ടാണ് ആൽഫബറ്റ് ഷെയർസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാറൻ ബഫറ്റിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോഴും ടോപ്പ് ഹോൾഡിംഗ് ആപ്പിൾ തന്നെയാണ്. 10th ലാർജസ്റ്റ് ഹോൾഡിംഗ് ആയിട്ട് ആൽഫബറ്റും വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വാറൻ ബഫറ്റിൻ്റെ ബൈയിങ് ആൽഫബറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വാറൻ ബഫറ്റ് വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും NRIസിനും ഒക്കെ ആൽഫബറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ ഗ്ലോബൽ കമോഡിറ്റി മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കാണിച്ചിരുന്നത്. എന്നിരുന്നാലും വീക്ക് ടു വീക്ക് ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. സിൽവറും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ഗോൾഡും സിൽവറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $491 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $50.91 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഈ രണ്ട് കമോഡിറ്റികളും അടുത്ത ദിവസങ്ങളിൽ വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിൽ പോലും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ വർഷം ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിട്ടുള്ള ഗോൾഡ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം വാങ്ങിയിട്ടുള്ള കുറവാണ്. അതുകൊണ്ട് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു പക്ഷേ അഗ്രസീവായിട്ട് സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഗോൾഡിൽ വന്നേക്കാം. ഒപ്പം മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് വലിയ രീതിയിൽ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ Q2 റിസൾട്ട് ഇമ്പാക്റ്റും കണ്ടേക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി, അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയർ, ഗ്ലെൻമാർ ഫാർമ, മുത്തൂറ്റ് ഫൈനാൻസ്, ജൂബിലൻറ്റ് ഫുഡ്, BSC, ഡാറ്റ പാറ്റേൺസ്, ഏത്തർ ഇൻഡസ്ട്രീസ്, KEC ഇൻ്റർനാഷണൽ, സിർമ SGS, ആക്സിക്കേറ്റ് ടെക്നോളജീസ്, റൂബിക്കോൺ റിസർച്ച്, നാരായണ ഹൃദയാലയ, സീക്വൻ സയൻറ്റിഫിക്, ഖരാരോ ഇന്ത്യ ഇത്തരത്തിലുള്ള കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q2 റിസൾട്ടുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. പല കമ്പനികളിലും ഈ പോസിറ്റീവ് റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 2 IPOs മാത്രമാണ് ഉള്ളൂ. ഒരു IPO മെയിൻ ബോർഡിലും മറ്റൊരു IPO BSE SMEയിലാണ്. 19-ാം തീയതിയാണ് ഈ 2 IPOs ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഫുജിയാമ പവർ 0.41 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. അതോടൊപ്പം തന്നെ കാപ്പിലറി ടെക്നോളജീസ് ലിമിറ്റഡ് 0.29 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ. പൊതുവെ ഇപ്പോൾ ചെറിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് IPO മാർക്കറ്റിൽ. റീറ്റെയിലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പല കമ്പനികളും IPO ഓഫർ ചെയ്യുന്നത് വളരെ ഹൈ PE
ബിയിലാണ്. എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ടെനിക്കോ 61.79 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. തീർച്ചയായിട്ടും ഈ കമ്പനിയും ലിസ്റ്റ് ചെയ്യുമ്പോൾ പ്രീമിയത്തോടു കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊന്നും ഒരു കോഷം വെച്ച് പുലർത്തേണ്ടതാണ്. വാല്യുവേഷൻ നോക്കണം. ഹയർ വാല്യുവേഷൻ ആണെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം നമ്മൾ പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് മാർക്കറ്റിലുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് മേജർ ഇവൻറ്റ്സ് ആയിട്ട് മുന്നിലുള്ളത് Q3 റിസൾട്ടുകൾ, അതുപോലെ തന്നെ February 1 യൂണിയൻ ബഡ്ജറ്റ്, ഒപ്പം ഇന്ത്യ US ട്രേഡ് ഡീൽ. ഈ 3 ഇവൻറ്റുകളാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് Q3 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം ബഡ്ജറ്റും റിഫോം ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. ഇനി ഇന്ത്യ US ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും മാർക്കറ്റിൽ കണ്ടേക്കാം. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, സമ്മാൻ ക്യാപിറ്റൽ, RBL ബാങ്ക്, വെൽസ്പൻ കോർപ്പ്, വെൽസ്പൻ എൻ്റർപ്രൈസസ്, കുമിൻസ് ഇന്ത്യ, വേദാന്ത ലിമിറ്റഡ്, നാഷണൽ അലുമിനിയം, ഹിൻഡാൽകോ. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ വീണ്ടും മുന്നേറിയേക്കാം. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ, ചിലയിലത്തെ കോഡേൽക്കോ ആയിട്ടുള്ളൊരു ടൈപ്പ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇന്ത്യയിൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോഡേൽക്കോയുടെ മെത്തേഡ്സും കൂടി യൂസ് ചെയ്യാൻ പോവാണ്. ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോളോ ഹോസ്പിറ്റൽസ് ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് അവർ ഡീമർജറും കംപ്ലീറ്റ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ വേദാന്തയുടെ ഡീമർജറിന് എൻസിൽ ചെയ്ത് ദിവസവും പെർമിഷൻ കൊടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ഓർഡർ ബാക്കിംഗ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഐഡിയ ഫോർജ് 75 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് ഓർഡറാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രീൻ എനർജിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. മുമ്പ് BHEL അലോട്ട് ചെയ്തിരുന്ന ഓർഡർ ആയിരുന്നു. രാജസ്ഥാൻ ഗവൺമെൻറ് അഡാനി ഗ്രീനിന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. IRB ഇൻഫ്ര 9270 കോടി രൂപ നാഷണൽ ഹൈവേ പ്രൊജക്ട് ബാഗ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ്. ഇപാക് ഡ്യൂറബിൾസ് 1083 കോടി രൂപ എക്സ്പാൻഷൻ പ്ലാനുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലാണ്. അതോടൊപ്പം തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ആയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ഫീൽഡ് ഷിപ്പ് യാർഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് മുമ്പ് സപ്ലൈ ചെയ്തിരുന്ന നേവിക്ക് സപ്ലൈ ചെയ്തിരുന്ന ആൻറ്റി സബ്മറൈൻ വാർഫെയർ വെസൽ കമ്മീഷൻ ചെയ്യുകയാണ് നവംബർ 24. ധാരാളം ഡിഫൻസ് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിനും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഷിപ്പിംഗ് പോളിസി പൊതുവെ എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും പോസിറ്റീവാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്, മസഗൻ ഡോക്ക്, അതുപോലെ തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, L&T കമ്പനികൾക്കെല്ലാം തന്നെ ഗവൺമെൻറ് ഷിപ്പിംഗ് പോളിസിയും വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനികളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല കമ്പനികളും പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അവർക്ക് അലോട്ട് ചെയ്തിരുന്ന ടങ്സ്റ്റൺ മൈനിങ് ബ്ലോക്ക് എക്സ്പ്ലോറേഷൻ നടത്താനും മൈനിങ്ങിനും വേണ്ടിയുള്ള ഒരു NOC ആണ്. തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. തൈറോകെയർ 2:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നവംബർ 28 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് സ്പ്ലിറ്റ് വരെയാണ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്. ബോർഡ് മീറ്റിംഗ് വരുന്നത് നവംബർ 21. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസും ആണ്. ബീഹാർ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഇന്ന് മുതൽ മാർക്കറ്റിൽ കണ്ടേക്കാം. നിഫ്റ്റിയും സെൻസസും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒക്കെ ഇന്ന് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഓവറോൾ ഒരു പോസിറ്റീവ് ബയാസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.